നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റാണ്. അതിൽ മൊഡ്യൂൾ 4 ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസും അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി തിയറീസൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരു ടൈപ്പാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എങ്ങനെയാണ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവർ ഏതൊക്കെ മെത്തേഡിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. പ്രധാനമായിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, രണ്ടാമത്തെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, 3 ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ലാസ്റ്റ് വൺ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അങ്ങനെ 4 സിസ്റ്റമാണ്. അപ്പോൾ ഈ 4 സിസ്റ്റവും നമുക്ക് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയും ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനകത്ത് വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് നോക്കാം എന്താണ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്നത്. എ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് എ ബ്രാഞ്ച് ബൈ പ്രിപ്പയറിംഗ് ആൻ അക്കൗണ്ട് കാൾഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്ക്. അപ്പം നമുക്കറിയാം ഈ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഹെഡ് ഓഫീസിന്റെ ബുക്സിലാണ്. അപ്പോൾ ഈ ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനകത്ത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ അവരെന്ത് ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബ്രാഞ്ചിൽ നിന്നും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ബ്രാഞ്ച്. അപ്പോൾ ഈ ഹെഡ് ഓഫീസിന് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ടോ ആ ഓരോ ബ്രാഞ്ചസിന് വേണ്ടിയിട്ട് ഇവർ സെപ്പറേറ്റ് എന്ത് പ്രിപ്പയർ ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് കാണും. അപ്പോൾ ഓരോ ബ്രാഞ്ചസിനും സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏത്? ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ നേച്ചർ എന്താണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ്. നമുക്കറിയാം 3 ടൈപ്പ് അക്കൗണ്ട്സ് ആണുള്ളത്. നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. അതിലെ നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ അക്കൗണ്ട് പ്രത്യേകത എല്ലാ എക്സ്പെൻസസുകളെയും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസസും ലോസസും ഇൻകംസും ഗെയിൻസും അത് മാത്രം ഉൾപ്പെടുത്തുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. അപ്പം എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എക്സ്പെൻസസുകളെ എല്ലാം എന്ത് ചെയ്യും? ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റിൽ കാണിക്കും. ഇൻകം എല്ലാം ഇവിടെ കാണിക്കും, ക്രെഡിറ്റിലും കാണിക്കും. അപ്പം നോക്കാം. Branch account is a nominal account prepared in the books of head office to ascertain the profit or loss at a branch at the end of a particular period. ഓരോ പർട്ടിക്കുലർ പീരീഡിന്റെ അവസാനം ആ ബ്രാഞ്ചിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോമിനൽ അക്കൗണ്ട് സ്വഭാവമുള്ള ഒരു അക്കൗണ്ടാണ് ഏത്? ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. For the purpose, all expenses are debited and all incomes are credited in the account. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു? എല്ലാ എക്സ്പെൻസസുകളെയും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു. This system of branch account for finding out profit or loss is usually followed when the branches are of small size. അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ 4 മെത്തേഡ് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ 4 മെത്തേഡിൽ ഈ ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞ മെത്തേഡ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ചെറിയ സൈസിലെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ളവരാണ്. സ്മാൾസ്. കാരണം ഇപ്പോൾ വലിയ ബ്രാഞ്ചസ് ആണെങ്കിൽ എല്ലാ ബ്രാഞ്ചസിൻ്റെയും അക്കൗണ്ട് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സ്മാൾ സൈസ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഏത് മെത്തേഡ്? ഈ ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. For the convenience in the application of the system, ഈ ഒരു സിസ്റ്റം, ഈ ഡെപ്റ്റേഴ്സ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതിന് കൂടുതൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇവർ വീണ്ടും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ബ്രാഞ്ചസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽ ഓൺലി ദ ക്യാഷ്. അതായത് ഇപ്പം ചില ബ്രാഞ്ചസിന്, ഇപ്പം നമുക്കറിയാം ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ പ്രത്യേകത എന്താണ്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് എത്തിച്ചു കൊടുക്കും. അവരെത്തിക്കുന്ന ഗുഡ്സ് വിൽക്കുക മാത്രം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ചെയ്യുന്നത്. അല്ലാതെ അവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഹെഡ് ഓഫീസ് തരുന്ന ഗുഡ്സ്, ഹെഡ് ഓഫീസിൽ നിന്നും സെൻഡ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ കൺവീനിയൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രാഞ്ചസിനെ നമ്മൾ വീണ്ടും തരംതിരിക്കുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ഓഫീസിൽ നിന്നും കോസ്റ്റ് പ്രൈസിന് സാധനങ്ങൾ കിട്ടുകയും അത് ക്യാഷിന് മാത്രം വിൽക്കുന്ന ബ്രാഞ്ചസ്. അതായത് ഇവരെന്ത് ചെയ്യത്തില്ല, മറ്റു രീതിയിലല്ല, ക്യാഷിന് മാത്രം സാധനങ്ങൾ വിൽക്കും. രണ്ടാമത്തെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇവർക്കും ഹെഡ് ഓഫീസ് കോസ്റ്റ് പ്രൈസിന് സാധനം എത്തിച്ചു കൊടുക്കും. ഈ എത്തിക്കുന്ന ഗുഡ്സ് അവർ ക്യാഷിനോ ക്രെഡിറ്റിനോ വിൽക്കും.
ഓക്കെ. അപ്പോൾ മറ്റേ ആദ്യത്തെ എന്താണ്, അവർ ക്യാഷിന് മാത്രമേ വിൽക്കുള്ളൂ, അത്തരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്, ഹെഡ് ഓഫീസിൽ നിന്നും കോസ്റ്റ് പ്രൈസിന് കിട്ടുന്ന ഗുഡ്സിനെ ക്യാഷിനും ക്രെഡിറ്റിനും വിൽക്കും. ഓക്കെ. മൂന്നാമത് പറയുന്നത് എന്താണ്, branches that receives goods at invoice price or loaded price and sell both for cash and credit. അപ്പം രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, കോസ്റ്റ് പ്രൈസിന് മാത്രം കിട്ടും. അതായത് എത്ര രൂപയ്ക്കാണോ ആ ഗുഡ്സ് നിർമ്മിച്ചത് ആ നിർമ്മാണ ചെലവിന് മാത്രം അവരെന്ത് ചെയ്യും, ആ ഒരു പ്രൈസ് മാത്രം ഫിക്സ് ചെയ്ത് അയച്ചു കൊടുക്കും. എന്നാൽ മൂന്നാമത് പറയുന്നത്, ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ലോഡഡ് പ്രൈസിനായിരിക്കും. അതായത് ഇപ്പോൾ 100 രൂപയാണ് ആ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിനോടൊപ്പം ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത്, അതായത് 110 രൂപയ്ക്കോ 120 രൂപയ്ക്കോ ഒക്കെ നമ്മളുടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഇത് അയച്ചു കൊടുക്കും. ബ്രാഞ്ച് എന്നിട്ട് ഇത് ക്യാഷിനും ക്രെഡിറ്റിനും രണ്ട് രീതിയിൽ എന്ത് ചെയ്യും, വിൽക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ചസിനെ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 3 രീതിയിലുള്ള പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയുമാണ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, രണ്ടാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ആണ്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ആണ് നമ്മളുടെ ഈ ഒരു മെത്തേഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് അക്കൗണ്ട്സുകളൊക്കെ വരയ്ക്കേണ്ടുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അപ്പം നോക്കിയാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ദ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് വെയർ ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് വിച്ച് ഇറ്റ് സെൽഫ് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് ബ്രാഞ്ച്. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു. നമ്മൾ ആദ്യത്തെ മെത്തേഡ് ആരാന്ന് പറഞ്ഞു, സ്മാൾ സൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ചസിന് ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് അയച്ചു കൊടുക്കുകയും ആ പ്രൈസിന് തന്നെ ബ്രാഞ്ചസ് എന്ത് ചെയ്യും, സാധനങ്ങൾ വിൽക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ബ്രാഞ്ചസ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. This system of finding out the profit at a branch is applied if the branch is not empowered to vary the selling price fixed by the head office. അതായത് ഹെഡ് ഓഫീസ് ഫിക്സ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഒരു വേരിയും ചെയ്യാതെ അത്തരത്തിലുള്ള ബ്രാഞ്ചസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്, നമ്മുടെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. This system is very useful to have effective control over branch stock and offer the advantages that the head office is able to know in advance the amount of profit that it may get from the branch. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ കോസ്റ്റ് പ്രൈസിനാണ് അയച്ചു കൊടുക്കുന്നത് അല്ലേ. അതായത് എത്ര രൂപയാണോ ആ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനുണ്ടായ ചിലവ്, ആ ചിലവ് മാത്രം നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് അയക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനല്ല, നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഫിറ്റോടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് ആ ഗുഡ്സിന് ഉണ്ടായ കോസ്റ്റ് പ്രൈസിൽ, നമ്മൾ 150 രൂപ വിലയിട്ടായിരിക്കും ബ്രാഞ്ചിന് അയച്ചു കൊടുക്കുന്നത്. ബ്രാഞ്ച് ആ വിലയ്ക്ക് എന്ത് ചെയ്യും, സാധനം വിൽക്കും. അപ്പോൾ ഹെഡ് ഓഫീസിന് മുൻകൂട്ടി അറിയാൻ പറ്റും എത്രയാണ് അയാളുടെ ലാഭം. കാരണം ഒരു പ്രോഡക്റ്റിൽ നിന്നും അയാൾക്ക് കിട്ടേണ്ട ലാഭം എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത്, അണ്ടർ ദിസ് മെത്തേഡ് ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർ എ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ യൂഷ്വൽ ബ്രാഞ്ച് അക്കൗണ്ട്. ദ അക്കൗണ്ട് പ്രിപ്പയർഡ് അണ്ടർ ദിസ് സിസ്റ്റം ആർ. അപ്പം മറ്റ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ നിന്നും ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒറ്റ ഒരു അക്കൗണ്ട് മാത്രമേ ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യൂ. എന്നാൽ ഇവിടെ അങ്ങനല്ല, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് കൂടാതെ ഒരുപാട് അക്കൗണ്ട്സുകൾ എന്ത് ചെയ്യും, ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ദെൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് എ പ്രാക്ടിക്കൽ മീൻസ് ഓഫ് കൺട്രോളിംഗ് ദ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിനകത്ത് ഉദ്ദേശിക്കുന്നത് ആ ബ്രാഞ്ചിന്റെ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുക, പ്രാക്ടിക്കലി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതാണ് ഈ ഒരു അക്കൗണ്ടിനകത്ത് പറയുന്നത്. ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻ റിഗാർഡ് ടു ദ സ്റ്റോക്ക് ഇൻ ദ ബ്രാഞ്ച് അറ്റ് ദ ഇൻവോയ്സ് പ്രൈസ്. All transactions which have effect on the branch stock are entered in this account. അപ്പോൾ ബ്രാഞ്ചുമായി ബന്ധപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ എവിടെയായിരിക്കും, ഈ ബ്രാഞ്ച് അക്കൗണ്ടിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ദ ട്രാൻസാക്ഷൻ വിച്ച് ലീഡ് ടു ഇൻക്രീസ് ഇൻ ബ്രാഞ്ച് സ്റ്റോക്ക് ആർ ഡെബിറ്റഡ് ടു ദി അക്കൗണ്ട് ആൻഡ് ഓൾ ദോസ് വിച്ച് റെഡ്യൂസ് ദ സ്റ്റോക്ക് അറ്റ് ദ ബ്രാഞ്ച് ആർ ക്രെഡിറ്റഡ് ടു ഇറ്റ്.
അപ്പോൾ നമുക്കറിയാം ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഈ ബ്രാഞ്ച് സ്റ്റോക്കിനെ കൂട്ടുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഇവിടെ ഡെബിറ്റ് ചെയ്യുകയും ബ്രാഞ്ച് സ്റ്റോക്കിനെ കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ദ യൂഷ്വൽ ഐറ്റംസ് ഡെബിറ്റഡ് ടു ദി അക്കൗണ്ട് ആർ, നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും, ഓപ്പണിംഗ് സ്റ്റോക്ക് വരാം, ആ വർഷം വാങ്ങിക്കുന്ന പർച്ചേസസ് വരാം, ക്ലോസിംഗ് സ്റ്റോക്ക് വരാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, പിന്നെ എന്തെങ്കിലും കസ്റ്റമേഴ്സ് ഇതിൽ റിട്ടേൺ ചെയ്താൽ അത്, പിന്നെ മറ്റൊരു ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ സർപ്ലസ് എന്തെങ്കിലും സ്റ്റോക്കിനകത്തുള്ള സർപ്ലസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം സ്റ്റോക്കിനെ കൂട്ടുന്ന ഐറ്റമാണ് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിനോടൊപ്പം ഈ വർഷം നമുക്ക് ബ്രാഞ്ചിലോട്ട് ഹെഡ് ഓഫീസ് വല്ലതും അയച്ചാൽ വീണ്ടും നമ്മുടെ സ്റ്റോക്ക് കൂടും. വാങ്ങിച്ചുകൊണ്ട് പോയ കസ്റ്റമർ ആ ഗുഡ്സ് തിരിച്ച് റിട്ടേൺ ചെയ്താൽ വീണ്ടും നമ്മുടെ സ്റ്റോക്ക് കൂടും. പിന്നെന്താണ്, അത്തരത്തിലുള്ള എല്ലാം സ്റ്റോക്കിനെ കൂട്ടുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്രെഡിറ്റ് ചെയ്യേണ്ട എന്തൊക്കെയാണ്, സ്റ്റോക്കിനെ കുറയ്ക്കുന്നത്. നമുക്കറിയാം സെയിൽസ്, ക്യാഷ് സെയിൽസ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് സെയിൽസ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റോക്ക് എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് സ്റ്റോക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്പോയിലേജ്, നമ്മൾ ഹെഡ് ഓഫീസ് ഇങ്ങോട്ട് തന്ന ഗുഡ്സ് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുത്താൽ, പിന്നെ ഗുഡ്സ് ട്രാൻസ്ഫർ ടു അനദർ ബ്രാഞ്ച്, മറ്റൊരു ബ്രാഞ്ചിലോട്ട് നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുത്താൽ, സ്പോയിലേജ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. If the closing stock is not given, the balancing figure of branch stock account is the closing stock. After entering usual item and closing stock, if any difference is found on the debit side of the branch stock account, it is perceived to be surplus, and if the difference on the credit side, it is taken as spoilage. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തരും. അപ്പം നമ്മൾ ഈ പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം എഴുതിയതിന് ശേഷം നമുക്ക് ഡിഫറൻസ് വരികയാണെങ്കിൽ, ഡിഫറൻസ് എവിടെയൊക്കെ വരാം, ഡെബിറ്റിലോ ക്രെഡിറ്റിലോ വരാം. ഡെബിറ്റിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്ന് ആ ഒരു ബാലൻസിനെ കാണിക്കുക. ക്രെഡിറ്റിലാണ് നമുക്ക് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതിനെ സ്പോയിലേജ് എന്ന് കാണിക്കാം. അപ്പം നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നില്ലെങ്കിലാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് തരുവാണെങ്കിൽ പിന്നെ ഡിഫറൻസ് വരുന്നെങ്കിൽ, ഡെബിറ്റിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ നമ്മളതിനെ സർപ്ലസ് എന്ന് കാണിക്കുക, ക്രെഡിറ്റിലാണ് വരുന്നതെങ്കിൽ സ്പോയിലേജ് എന്ന് കാണിക്കുക. ഇനി പറയുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കൊണ്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പിന്നെ ആക്ച്വൽ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഈസ് ഷോൺ അസ് ദ, നമ്മൾക്ക് ശരിക്കും എത്രയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് എന്ന് ഈ ഒരു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വഴി അറിയാനായിട്ട് സാധിക്കും. അടുത്ത വരയ്ക്കേണ്ട അക്കൗണ്ടാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡെപ്റ്റേഴ്സ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ വരയ്ക്കണം, ബ്രാഞ്ച് അക്കൗണ്ടും വരയ്ക്കും, ഒരു ബ്രാഞ്ച് ഡെപ്റ്റർ അക്കൗണ്ടും വരയ്ക്കും. അപ്പോൾ അതിനകത്ത് ആ ഒരു മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്ക് അതും അറിയാൻ പറ്റും. സെയിം പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ബട്ട് ദ discount allowed and bad debt are debited in branch expense account while entering them in branch debtor account. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് പഠിക്കുമ്പോൾ, നമ്മുടെ ഡെപ്റ്റർ സിസ്റ്റം മെത്തേഡ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു ഡെപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഡെപ്റ്റർ അക്കൗണ്ടിൽ തന്നെയാണ് വരയ്ക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ബ്രാഞ്ച് ഡെപ്റ്റർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നെങ്കിലും ഈ പറയുന്ന ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റും എല്ലാം തന്നെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കാരണം ഇതൊരു എക്സ്പെൻസ് ആണല്ലോ, അതുകൊണ്ട് അവിടെ ഡെബിറ്റ് ചെയ്യുകയും വേണം. അടുത്തയാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർ ടു റെക്കോർഡ് ഓൾ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത, ഓരോ ട്രാൻസാക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് അതാത് നേച്ചറിലുള്ളതിനെ ഓരോരോ അക്കൗണ്ടിലോട്ട് മാറ്റുക എന്നതാണ്. അപ്പോൾ സ്റ്റോക്കുമായി ബന്ധപ്പെടുന്ന എല്ലാം ബ്രാഞ്ച് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെടുന്ന എല്ലാം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, എല്ലാ എക്സ്പെൻസസും എഴുതേണ്ടത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ മനസ്സിലാവും. അലവൻസസ് ടു കസ്റ്റമേഴ്സ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, അങ്ങനെ തുടങ്ങിയ എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ഡിപ്രീസിയേഷൻ, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യുക. Total of the expenses on the debit side of the account is later transferred to the branch P&L account. അതിനുശേഷം ഈ ഒരു അക്കൗണ്ട്, ഈ ഒരു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഫിഗർ നമ്മൾ എങ്ങോട്ട് മാറ്റണം, ഈ ടോട്ടൽ എങ്ങോട്ട് മാറ്റണം, ബ്രാഞ്ച് P&L അക്കൗണ്ടിലോട്ട് മാറ്റണം. പിന്നെ വരയ്ക്കേണ്ട ഐറ്റം ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു ബ്രാഞ്ചിന്റെ ഗ്രോസ് പ്രോഫിറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഒരു സമ്മറൈസ്ഡ് ആണ്. ഓക്കെ,
This account summarizes the profit on all transactions. It is credited with the stock reserve on opening stock and loading on net goods sent to branch and loading on surplus in stock. This account is debited with the loading on shortage in stock, spoilage, pilferage, theft, loss by fire, loss in transit and stock reserve on closing stock. The balance of this account is transferred to branch P&L account. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ സ്റ്റോക്കിന്റെ എന്താ പറയുന്നത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്, അതുപോലെ തന്നെ ലോസ് ബൈ ഫയർ തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്ത് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. ഇതിന്റെ ബാലൻസ് ഫിഗർ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ബ്രാഞ്ച് P&L അക്കൗണ്ടിലോട്ട് മാറ്റണം. പിന്നെ നമ്മൾ വരയ്ക്കുന്നതാണ് ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറയുന്നത്. ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റേന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് നെറ്റ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ് ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ദ പ്രിപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട് ഈസ് ഇൻ ദ മാനർ ഓഫ് ദാറ്റ് ഡെപ്റ്റർ സിസ്റ്റം. നമ്മൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ എന്ത് വരയ്ക്കും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കും. സെയിം പോലെ തന്നെയാണ്. പിന്നീടുള്ളത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിന്റെ ക്യാഷിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് സാധാരണഗതിയിൽ എന്തായിരിക്കും? നമ്മുടെ ക്യാഷ് ഡെപ്റ്ററിൽ നിന്നും വല്ല ക്യാഷ് കിട്ടിയാലോ അങ്ങനെയുള്ള അത് ബ്രാഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രാഞ്ച് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ക്യാഷ് ബ്രാഞ്ചിൽ നിന്ന് പോയാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ടിൽ വരുന്നത്. പിന്നെ ഫിക്സഡ് അക്കൗണ്ട് വരയ്ക്കണം, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇതിനകത്ത് വരുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡിനകത്ത് വരുന്നത്. അടുത്തതായിട്ടുള്ളത് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആണ്. ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്താൻ വേണ്ടി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് തുടങ്ങിയ എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് പ്രൈസിനായിരിക്കണം? കോസ്റ്റ് പ്രൈസിനായിരിക്കണം, ഇൻവോയ്സ് പ്രൈസിന് ആയിരിക്കരുത്. പിന്നെ പറയുന്നത് ഈ സിസ്റ്റത്തിനകത്ത് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതായത് ഹെഡ് ഓഫീസും ബ്രാഞ്ചുമായിട്ടുള്ള എല്ലാ റെഗുലർ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ the branch account is only in the nature of personal account from which we may get the amount of net asset at the branch. ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് എന്തായിരിക്കും? ഒരു പേഴ്സണൽ അക്കൗണ്ട് നേച്ചർ മാത്രമായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് എന്ത് വരയ്ക്കണം? ആദ്യം നമ്മളൊരു മെമ്മോറാണ്ടം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ എന്ത് വരയ്ക്കുക? ഒരു ബ്രാഞ്ച് അക്കൗണ്ടും വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്ത ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഹോൾസെയിൽ സിസ്റ്റം ആണ്. ഹോൾസെയിൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ എല്ലാം ഹോൾസെയിൽ പ്രൈസിലായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് കാണിക്കുന്നത് കോസ്റ്റ് പ്രൈസിനായിരിക്കണം. അതിൻ്റെ വലിയ പ്രോബ്ലംസ് ഒന്നും പഠിക്കാനായിട്ടില്ല. ഒരു പ്രോബ്ലം മാത്രമേ ടെക്സ്റ്റിലുള്ളൂ. അതിന് അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനായിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെത്തേഡ്സ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ടുള്ളത്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഈ ഒരു മെത്തേഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓരോ സിസ്റ്റത്തിലെയും ഓരോരോ പ്രോബ്ലംസുമായിട്ട് നമുക്ക് വരും വീഡിയോസിലൂടെ കാണാം.